പ്രൈവറ്റ് പൂൾ വില്ലയാണ്. അതില് നീലത്താമര ഞാൻ സൈക്കിൾ ഓട്ടാൻ പോവുകയാണ്. കടമോളയിലാണ് കേട്ടോ ചിക്കൻ വെച്ചിട്ടുണ്ട്. കുഞ്ഞു സൈക്കിളായിട്ട് നടക്കുന്നത് പൊളിയാണ്. പെപ്പർ ചിക്കൻ മനുഷ്യർക്കാർക്കും അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റൂല കേട്ടോ. സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ ഈ കാണുന്നത്. എല്ലാ വർഷവും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഇവിടെ എത്തിയപ്പോ നല്ലൊരു മൂഡാണ്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഫുഡിന്റെ റെസിപ്പി ആയിട്ടൊന്നും അല്ല കേട്ടോ. ഇന്നിപ്പോ ഞങ്ങളൊരു റിസോർട്ടിലാണ് ഉള്ളത്. വയനാട് കോണ്ടിയൂർ ഐലൻഡ് റിസോർട്ടിലാണ്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. പേര് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും ഒരു കിടക്കാച്ചി റിസോർട്ടാണ്. അപ്പൊ നല്ല അടിപൊളി റിസോർട്ടാണ് കേട്ടോ. അപ്പൊ ഈ റിസോർട്ടിന്റെ പ്രത്യേകത എന്താ അറിയോ? പേരെന്നെ കണ്ടില്ലേ, കോണ്ടിയൂർ ഐലൻഡ് റിസോർട്ട്. അപ്പൊ ഈ ബാണാസുര ഡാം ഉണ്ടല്ലോ, അതിന്റെ ഒരു സൈറ്റാണ്. അപ്പൊ ബാണാസുര ഡാമിന്റെ ചുറ്റും ഇതിന്റെ സെൻട്രലായിട്ടാണ് ഈ റിസോർട്ട് ഉള്ളത്. അപ്പൊ നമ്മൾ ഈ റിസോർട്ടിന്റെ എവിടെ നിന്ന് നോക്കിയാലും ചുറ്റുപാടും ബാണാസുര ഡാമാണ് കാണുന്നത്. ആ സൈറ്റാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അടിപൊളി വില്ലാസാണ് കേട്ടോ. 22 വില്ലാസ് അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ടാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പൊ നമ്മള് നമ്മുടെ റിസോർട്ടിന്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. അപ്പൊ ഞങ്ങള് വഴിയിൽ തന്നെ വണ്ടി നിർത്താൻ കാരണം എന്താ അറിയോ? ഇവിടെ ഒരു പാർക്ക് കണ്ടു. അപ്പൊ ഋഷുവിനും മോളിലും ഇപ്പൊ തന്നെ അവിടെ ഇറങ്ങണം എന്ന് അറിഞ്ഞു. അതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങള് റിസപ്ഷനിൽ എത്തിയിട്ടില്ല കേട്ടോ. അതിന് മുമ്പാണ് ഇപ്പൊ ഈ പാർക്ക് കണ്ടത്. അതന്നെ, ആനനെ കണ്ടപ്പോ തന്നെ ഋഷു ഇറങ്ങണം എന്നാണ്. മോള് പിന്നെ ഓടി ഊഞ്ഞാല് കയറിയിട്ടുണ്ട്. ഋഷുവിന് പിന്നെ എവിടെ ചെന്നാലും പണി എവിടെ ഓനക്ക് പറ്റിയ വല്ല പാർക്കോ എവിടെയും ഉണ്ടാവും. നല്ല വെയിലാണ്. പക്ഷെ ഋഷുവിന് കളിക്കണല്ലോ. അപ്പൊ പിന്നെ കുറച്ചു നേരം ഒന്ന് ഇരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് കുട്ടികൾക്കുള്ള ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ. നമ്മളിത് എൻട്രൻസിന്റെ ഫസ്റ്റിൽ തന്നെയാണ്. അപ്പൊ ഈ റിസോർട്ടിൽ ഇത് കാണുമ്പോ കുട്ടികളാകെ നല്ല ഹാപ്പി ആവും. അപ്പൊ നമ്മള് ശരിക്കും റിസപ്ഷനിൽ പോണീന് മുമ്പ് ഋഷു ഇപ്പൊ അങ്ങോട്ട് കയറണം എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ വണ്ടി നിർത്തിയതാണ്. ഇനി വേണം റിസപ്ഷനിലൊക്കെ പോവാന്. ഉച്ച സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ 2 മണി 2:30 ആയിട്ടുണ്ട്. വയനാട് ആയതുകൊണ്ട് ആ ഫീൽ ഒന്നും. അതെ, വയനാട് പിന്നെ വന്നാ അങ്ങനെ വെയിലുണ്ട് ശരിക്കും പറഞ്ഞാ. പക്ഷെ നമുക്കൊരു ചൂടോ അതൊന്നും ഇല്ല കേട്ടോ. നല്ലൊരു ഇവിടെ എത്തിയപ്പോ നല്ലൊരു മൂഡാണ്. ബാണാസുര ഡാം ഒക്കെ കണ്ടിങ്ങനെ വരുമ്പോഴേ അറിയില്ല. അപ്പൊ നമുക്ക് ഇനി റിസപ്ഷനിലേക്ക് പോവാട്ടോ. ഈ ചിൽഡ്രൻസ് പാർക്കിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബാഡ്മിന്റൺ കോർട്ടും ഉണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ റിസപ്ഷനിൽ പോവാന്ന് വിചാരിച്ചു. കണ്ടോ, കളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ബാഡ്മിന്റൺ കോർട്ടാണ് കേട്ടോ. അപ്പൊ ബാഡ്മിന്റൺ കോർട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചിങ്ങനെ നടന്നു വന്നപ്പോ ഇതാ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോ ടേബിൾ ടെന്നീസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാം. അപ്പൊ പ്ലേയിങ് ഏരിയന്റെ ചുമരുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഫുട്ബോളിന്റെ ഷേപ്പിലുള്ള ഒരു ഇതുണ്ട്. പിന്നെ ചുമരൊക്കെ നല്ല ആർട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനില്ലേ? നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ ഈ റിസോർട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളെ അതുപോലെ നമ്മൾ വന്ന വണ്ടി, നമ്മുടെ ലഗേജൊക്കെ ഫുൾ സാനിറ്റൈസ് ചെയ്തിട്ടാണ് കേട്ടോ അവർ ഉള്ളിലേക്ക് കടത്തി വിടുന്നത്. അപ്പോൾ അവർ ഫുൾ ഫോഗിങ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷനൊന്നും വേണ്ട കേട്ടോ. റിസോർട്ടിലൊക്കെ സ്റ്റേ ചെയ്യാൻ ഇനിയിപ്പോൾ കോവിഡിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഈ റിസോർട്ടിലേക്ക് വരുമ്പോൾ ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാളും മാനേജർ പറയുന്നതാവും എനിക്ക് കൂടുതൽ വ്യക്തമാവുക. അപ്പൊ മാനേജറോട് ചോദിച്ചു നോക്കാം. നമസ്കാരം, ഞാൻ അബ്ബാസ്, ഇതിൻ്റെ ജനറൽ മാനേജറാണ്. അപ്പോൾ ഈ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് നമ്മൾ റിസോർട്ട് റൺ ചെയ്യുന്നത്. അത് ഫോർ യുവർ സേഫ്റ്റി, ഫോർ സൊസൈറ്റിയുടെ സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളി വെൽക്കം ഡ്രിങ്ക് ആണ് കേട്ടോ. പേരക്ക ജ്യൂസ് ആണ്. അപ്പൊ നമ്മളിപ്പോ റിസപ്ഷനിൽ എത്തിയിട്ടുള്ളൂ. അപ്പൊ ഈ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വീണ്ടും കാണാം. അടിപൊളി റിസോർട്ടാണ് കേട്ടോ. ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വില്ലയിലേക്കുള്ള എൻട്രൻസ്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? അപ്പൊ കുറെ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിയിട്ട് വേണം നമ്മുടെ വില്ലയിലേക്ക് പോവാന്. അപ്പൊ നമുക്ക് പോകാം. നല്ല ഭംഗിയാണ് കേട്ടോ. അവിടെ എല്ലാ വർഷവും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ലൊരു ഗ്രീനറിയാണ്. ഗാർഡൻ വില്ല എന്നും പറയാട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വില്ല. അപ്പൊ നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് ഇതിന്റെ കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ നമുക്ക് റൂമൊന്ന് പോയി നോക്കിയാലോ? കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ എൻട്രൻസിൽ തന്നെ മോള് ഇരിക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഒരു ടേബിൾ പോലെ ഉണ്ട്. മുകളിൽ ടി വി ഉണ്ട്. പിന്നെ നമുക്ക് ടീയും കോഫിയൊക്കെ ഉണ്ടാക്കാനുള്ള സംഭവം ഉണ്ട് ഇവിടെ. പിന്നെ കെറ്റിലുണ്ട് കേട്ടോ. പിന്നെ കണ്ടോ വെൽക്കം ഫ്രൂട്ട്സ് ഉണ്ട്.
മുന്തിരി, ഓറഞ്ചും ആപ്പിളും ബനാനയൊക്കെ ഉണ്ട്. പിന്നെ ഇതാ വാർഡ്രോബ് ഉണ്ട്, നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാനുള്ള. നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ എല്ലാ റൂമത്തെയും പോലെ AC ഉണ്ട്, ഫാൻ ഉണ്ട്. പിന്നെ ഇതിന്റെ റൂഫിങ് വെറൈറ്റി ആണ് കേട്ടോ, നല്ല അടിപൊളി റൂഫിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ടല്ലേ കാണാനില്ലേ മോളോ? പിന്നെ റൂമിലെ വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബെഡാണ്. കണ്ടോ, സാധാരണ ബെഡ് പോലെ അല്ല കേട്ടോ, ബെഡൊക്കെ സാധാരണയാണ്, പക്ഷെ ഇത് നന്നായിട്ട് അവര് എന്താ പറയാ അലങ്കരിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, വയലറ്റ് വൈറ്റും കോമ്പിനേഷൻ ആണ്. അവിടെ നല്ല രസമുണ്ടല്ലേ മോളോ? സ്പ്രിങ് നല്ല ഭംഗിയുള്ള സെറ്റിങ്സ് ആണ് ബെഡ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ് തന്നെയാണ്. അപ്പൊ ഇനി നമുക്ക് ബാത്റൂം ഒന്ന് കണ്ടാലോ? നമ്മുടെ ബാത്റൂം നല്ല അടിപൊളിയാണ് കേട്ടോ. കുളിക്കാനുള്ളത് സെപ്പറേറ്റ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല സ്പേഷ്യസ് ആണ്, നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു വിൻഡോ ഉണ്ട്, വാഷ് ബേസും കണ്ണാടിയും നല്ല അടിപൊളി സെറ്റപ്പിലുള്ള ബാത്റൂം തന്നെയാണ്. നല്ല വൃത്തിയുള്ള ബാത്റൂമാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഈ വില്ലയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ബാൽക്കണി വ്യൂ ഒന്ന് കാണാം. കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ, അടിപൊളിയാണ്. മോള് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബാൽക്കണി വ്യൂ ആണിത്. ബാണാസുര ഡാം സൈറ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ വെർജിൻ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണിത്. അപ്പോൾ മനുഷ്യർക്ക് ആർക്കും അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റൂല കേട്ടോ. പിന്നെ കാണുന്നത് സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ നല്ലൊരു വ്യൂ ആണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നാൽ കാണാൻ പറ്റുക. ഡാം സൈറ്റും ആസ്വദിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ലൊരു ഫീലാണ് കേട്ടോ. അപ്പൊ നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഒന്ന് കാണാൻ പോയാലോ? അവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും നമുക്ക് പ്രശ്നമില്ല, ഒന്ന് പോയി നോക്കാം. അല്ല അടിപൊളി സ്വിമ്മിംഗ് പൂളാണ്. നമ്മള് ബാൽക്കണിയിൽ കണ്ടിരുന്നു, എന്നാലും ഒന്നും കൂടെ കാണാം അടിപൊളിയായിട്ട്. അപ്പൊ നമ്മുടെ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂളാണ്. കണ്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, വലിയ സ്വിമ്മിംഗ് പൂളാണ്. പിന്നെ ഒരു ചെറുതുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ നീന്താനായിട്ടുള്ളത്. ഋഷു ഉണ്ടോ? ഋഷു ആകെ സങ്കടത്തിലാണ്. അവൻ ഇപ്പൊ തന്നെ പൂളിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു വാശിയാണ് ഇപ്പൊ കാണിക്കുന്നത്. അതുകൊണ്ട് ഫോട്ടോയിലൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ല, വീഡിയോസിൽ വരുന്നില്ല. പിന്നെ ഇപ്പൊ പൂളിൽ ഇറങ്ങണോണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പൂളിൽ ഇറങ്ങാം. അപ്പൊ ഞങ്ങൾ കുറച്ച് വൈകിട്ട് ഇറങ്ങണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്, രാത്രിയൊക്കെ ആവുമ്പോ. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ റൂം, ഈ കാണുന്നതാണ് നമ്മുടെ വില്ല. അപ്പൊ അവിടെ നിന്ന് നോക്കിയാൽ നല്ലൊരു സൈറ്റാണ്, ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. അപ്പൊ പിന്നെ ഈ നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പോ ഞാൻ പറഞ്ഞല്ലോ, പൂളും അതുപോലെ ഡാം സൈറ്റും കണ്ടോ. സ്വിമ്മിംഗ് പൂളിന്റെ ബാക്കിലാണ് ഈ ഡാം സൈറ്റ് കാണുന്നത്. കണ്ടിരിക്കാൻ എന്തൊരു ഭംഗിയാണ് അല്ലേ? അപ്പൊ ഈ പൂളിന്റെ ബാക്കിൽ 2 വില്ല ഉണ്ട് കേട്ടോ. അത് പ്രൈവറ്റ് പൂൾ വില്ലയാണ്, അതില് പൂളുള്ള വില്ലയാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഇക്കാനെ കണ്ടിട്ട് തന്നെ അല്ല കേട്ടോ, ഇക്ക് ഋഷു മോളൊക്കെ ഊഞ്ഞാലാടുകയാണ്. ഇതന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടോ മക്കളെ, അടിപൊളിയാണ്. അപ്പൊ റിസപ്ഷന് മുമ്പിലുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ, ഇത് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ഒരു ആൽമര ഉണ്ട്, അതുപോലെ ഒരു കുഞ്ഞു പോണ്ടും ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. കേട്ടോ പോണ്ട്, ഇതാ നീലത്താമരൊക്കെ ഉണ്ട്. നോക്കുമ്പോളോ. അപ്പൊ ഈ ആൽമര സെറ്റ് ചെയ്തിട്ട് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ആൽമര ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല കേട്ടോ. ഇതൊരു പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്തിട്ടാണ്, സെൻ ഐഡിയോളജി പ്രകാരമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ റെസ്റ്റോറന്റിൽ പോയിരുന്നല്ലോ, അതിന്റെ മുകളിലാണ് കേട്ടോ ബേസിക് റൂംസ് ഉള്ളത്. ഒരു 5 റൂമുണ്ട്. അപ്പൊ നമുക്ക് സിംഗിൾ ആയിട്ടൊക്കെ വരുമ്പോഴും അതുപോലെ കുറച്ച് റേറ്റ് കുറഞ്ഞതായിട്ടുള്ള റൂമാണ് ഈ ബേസിക് റൂം എന്ന് പറയുന്നത്. അപ്പൊ 5 റൂമുണ്ട്. അപ്പൊ കുറെ വില്ലാസ് ഉണ്ട് ഇവിടെ, 22 വില്ലാസാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ കുറെ വ്യത്യാസമായിട്ടുള്ള വില്ലകൾ തന്നെയാണ്, ഒക്കെ സെയിം അല്ല. പിന്നെ ഇപ്പൊ നമ്മൾ സിംഗിൾ റൂം ഉള്ളതാണ് എടുത്തിട്ടുള്ളത്, അത് ഒരെണ്ണം തന്നെ ഉള്ളൂ കേട്ടോ. അത് കറക്റ്റ് ആയിട്ട് നമുക്ക് പൂളിനോട് ചേർന്നിട്ടുള്ളതാണ്. പിന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ്. പിന്നെ 2 കോട്ടേജ് ഉള്ള വില്ല ഉണ്ട്, ഹണിമൂൺ വില്ല. പിന്നെ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ താമസിക്കാൻ പറ്റിയ 2 റൂമുള്ള വില്ല ഉണ്ട്. അപ്പൊ അത് നാളെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, അത് ഇതാണ് ഈ കാണുന്നതാണ്. അപ്പൊ അതില് 4 രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ പഴയ തറവാട്ടിലൊക്കെ കാണുന്ന പോലെയുള്ള നടുമുറ്റൊക്കെ ഉള്ള രീതിയിൽ 4 രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ നമുക്ക് രാത്രി പറ്റിയാണ് ഈ കാണണം, ലൈറ്റൊക്കെ വന്ന് കാണുമ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ ഇതാണ് കേട്ടോ പാർക്കിംഗ് ഏരിയ. ഇവിടെ നല്ല വൈഡ് റേഞ്ച് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, നല്ല സ്പേസസ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ ആണ്. ഇതിന്റെ ബാക്കിൽ കാണുന്ന വില്ല ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ കാണുമ്പോൾ തോന്നും 3-4 വില്ല ഉണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല കേട്ടോ, 13 വില്ലകളാണ് അവിടെ കാണുന്നത്. ഈ ഫ്രണ്ടിൽ കാണുന്നതിന്റെ അടിയിലും കുറച്ച് വില്ലകളുണ്ട്.
ഉണ്ട്. അപ്പൊ നല്ല ഒരു വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്നൊക്കെ നോക്കിയാല്. അപ്പൊ മൊത്തം 22 വില്ല. അപ്പൊ ഇവിടെ സൈക്കിളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ സൈക്കിൾ ഓട്ടാൻ പോവുകയാണ്. കുഞ്ഞു ഋഷു കുഞ്ഞു സൈക്കിളായിട്ട് നടക്കണേ. എങ്ങനെയുണ്ട് ഋഷു? വീടാണ് അല്ലേ? എത്ര വട്ടം വീണു? 900 വട്ടം വീണു. അപ്പൊ പിന്നെ സൈക്കിളൊന്നും നീച്ചാനോ ഇവ ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ ഋഷുവും പപ്പ ഇതാ ഇറങ്ങാൻ വേണ്ടി റെഡി ആയി നിക്കാണ്. ഋഷു ഇറങ്ങണില്ലേ? ആ ഋഷു ഇറങ്ങിയതാ. പപ്പ അതാ അവിടെ. ആയുണ്ടോ പപ്പ? ഇന്റെ ഒക്കെ അത്രേ ഉള്ളൂ. ഞാനൊക്കെ നിന്ന മുങ്ങൂലല്ലോ. നല്ല ആയുണ്ടോ? അവിടെ കൊറേ അടിയിലാക്കരല്ലേ? ആ എല്ലാ സ്വിമ്മിംഗ് പൂളും അങ്ങനെ. അപ്പൊ ഞാൻ ഇവിടെ നിക്കണായിരിക്കും എനിക്ക് നല്ലത് അല്ലേ? നല്ലൊരു നൈറ്റ് വ്യൂ ആണ് കേട്ടോ. അതാണ് ഇപ്പൊ നമ്മളെ റിസോർട്ടിന്റെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു വ്യൂ. അപ്പൊ ഞങ്ങളിപ്പോ ഈ നാലുകെട്ട് കാണാൻ വന്നതാണ് കേട്ടോ. നമ്മൾ നാലുകെട്ടിലേക്കാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അപ്പൊ കണ്ടതിന് നല്ല ചുറ്റും വരാന്തുണ്ട് കേട്ടോ. പിന്നെ നാലുകെട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നടുമുറ്റാണ്. അപ്പൊ മഴയൊക്കെ ഇങ്ങനെ വീഴുമ്പോ ഡയറക്റ്റ് നടുമുറ്റത്തിൽ ഇങ്ങനെ ചാടും. അപ്പൊ അതൊക്കെ കാണാൻ തന്നെ ഒരു ഫീലാണ്. പിന്നെ ഇവിടുത്തെ ഡോറ് കണ്ടോ? എന്താണ്? മണിച്ചിത്രതായിട്ട് പൂട്ടുന്നൊക്കെ പറയുന്ന പോലെ അത്ര അടിപൊളിയായിട്ടുള്ള മണിച്ചിത്രതായുള്ള ഒരു ഡോറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ നാലുകെട്ടിലെ നടുമുറ്റം. പിന്നെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് സ്പാ ഉള്ളത്. പക്ഷെ ഇപ്പോൾ സ്പാ ഓപ്പൺ അല്ല. ഇതിന്റെ മുകളിലേക്ക് പഴയ വീടുകളിലൊക്കെ മച്ചുണ്ടായിരുന്നില്ലേ? അതുപോലത്തെ ഒരു മച്ചുണ്ട്. അപ്പൊ ഈ നാലുകെട്ടിൽ 2 റൂമുണ്ട്. അപ്പൊ നമുക്ക് നാലുകെട്ടിലൊക്കെ താമസിക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 റൂം വരെ കൊടുക്കും. അപ്പൊ അതിൽ താമസിക്കാൻ നല്ല പൊളി അനുഭവം ആക്കറല്ലേ? പഴയ നാലുകെട്ടിലൊക്കെ താമസിക്കാൻ പറ്റാറുണ്ട്. അത് നല്ലൊരു അനുഭവം അല്ലേ? നമ്മൾ നാലുകെട്ടിലൊക്കെ പണ്ടൊക്കെ കാവിട്ടിട്ട് നല്ല ബ്ലാക്ക് ആൻഡ് അതുപോലെ റെഡ് കോമ്പിനേഷനിലല്ലേ ഇട്ടിരുന്നത്. അപ്പൊ അതേ ഒരു ഫീല് തോന്നാൻ വേണ്ടിട്ട് അതുപോലുള്ളൊരു ടൈലാണ് കേട്ടോ. ടൈലോ ഗ്രാനൈറ്റോ മാർബോണൈറ്റോ അങ്ങനെ എന്തോ ആണല്ലേ? നല്ല ഷൈനിങ് ആയിട്ട്. അപ്പൊ രാത്രി ആയിരുന്നു നിങ്ങൾക്ക് അറിയില്ല, നല്ല വെട്ടി തിളങ്ങാണ് ശരിക്കും പറഞ്ഞാല്. അപ്പൊ ഞങ്ങളിപ്പോ ഡിന്നർ കഴിക്കാൻ വന്നതാണ് കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. മ്യൂസിക് ഒക്കെ ഉണ്ട്. നല്ലൊരു വാം ലൈറ്റിൽ ഇരുന്നാണ്ട് ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നറിന്റെ പോലെ തോന്നിക്കുന്ന ഒരു ഡിന്നർ. അപ്പൊ രാവിലെ നമുക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ബഫറ്റ് ആണ്. ഇതിപ്പോ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യാം. ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഫ്രൈഡ് റൈസ് ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാനും മോളും റഷും ഫ്രൈഡ് റൈസ് കഴിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇക്ക ചപ്പാത്തി പിന്നെ പെപ്പർ ചിക്കൻ ആണ് കേട്ടോ. നല്ല അടിപൊളി പെപ്പർ ചിക്കൻ ഉണ്ട്. പിന്നെ ഫ്രൂട്ട് സലാഡും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രസമുണ്ട് കേട്ടോ. നല്ല ഫ്രൈഡ് റൈസ് തന്നെയാണ്. പൊളിയാണ് പെപ്പർ ചിക്കൻ. നല്ല സ്പൈസി വേർഷൻ ആണ്. അപ്പൊ 8:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടെ. ഇവിടെ അടുത്ത് തന്നെയാണ് റെസ്റ്റോറന്റ്. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. രാവിലെ കായ് അതൊക്കെ ഒരേ തരത്തിലുള്ള വില്ലകളാണ് കേട്ടോ. ഒക്കെ സെയിം ആണ്. കാണാൻ തന്നെ നല്ല ഭംഗിയാല്. പിന്നെ ഇതിന്റെയൊക്കെ ഫ്രണ്ടിൽ നിറച്ച് ഗാർഡനും ആണ്. നല്ല പൂക്കളൊക്കെ ഉള്ള ചെടികളാണ്. കണ്ട ഒരു വെറൈറ്റി പൂവാണ്. ആ കാണുന്നതാണ് കേട്ടോ റെസ്റ്റോറന്റിൽ പോയി നോക്കാം. ബഫറ്റ് ആണ് കേട്ടോ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ എന്തൊക്കെയാണ് നോക്കാം. ഞാന് ബ്രെഡും പിന്നെ അതേപോലെ ഓംലേറ്റും പിന്നെ പഴംപൊരിയാണ് എടുത്തിട്ടുള്ളത്. ഞാന് ബട്ടറും പിന്നെ ജാമും പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാമ്പാറും അപ്പം നല്ല സോഫ്റ്റ് ആണ്. പിന്നെ സാമ്പാറും നല്ല രസമാണ്. അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി നാലുകെട്ടിന്റെ ഉൾവശമൊക്കെ കണ്ടു. പക്ഷെ ഇരുട്ടായിരുന്നു അല്ലേ? കുറച്ച് ലൈറ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ പകൽ എങ്ങനെയാണ് ഈ നാലുകെട്ട് നിൽക്കണേന്നൊന്ന് നോക്കിയാലോ അല്ലേ? നല്ല രസമാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നല്ലൊരു ഫീലാട്ടോ. പിന്നെ നാലുകെട്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്
നല്ല മഴയാണെങ്കിലും നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഒരു പാകത്തിന് തണുപ്പും ചൂടുമായിരിക്കും. ഇപ്പൊ നല്ല ചൂടാണ് പുറത്തെങ്കിലും ഇതിനുള്ളിൽ വലിയ ചൂടൊന്നും ഉണ്ടാവില്ല. ഒരു മിതമായ രീതിയിലുള്ള ഒരു കൂളിംഗ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. ശരിക്കും പണ്ടുള്ളവർ അതുകൊണ്ട് തന്നെയാണ് ഈ 4 കെട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെന്താ ചെയ്തത്, 4 കെട്ടൊക്കെ ഇടിച്ചു പൊളിച്ച് കഴിഞ്ഞ് ടെറസിന്റെ വീട് വെച്ചിട്ട് പിന്നെ താമസിക്കണമെങ്കിൽ AC വേണം അല്ലെ. ചൂടത്തൊക്കെ എന്താ അല്ലേ, ഈ പഴമയിലേക്ക് തിരിച്ചു പോകാൻ നോക്കണം, അതാണ് നല്ലത്. ബാണാസുര ഡാമിന്റെ സൈറ്റ് ആണ് കേട്ടോ. ഇതിപ്പോ നമ്മള് റെസ്റ്റോറന്റിന്റെ അടുത്തുള്ള വില്ലകൾ ഉണ്ടല്ലോ, ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ ആണ്. അപ്പൊ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. റെസ്റ്റോറന്റിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പൊ സ്പെഷ്യൽ ലഞ്ചാണ് കേട്ടോ, ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ലഞ്ചാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഞങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞില്ലേ, സ്പെഷ്യൽ ഫുഡാണ് ഇപ്പൊ ഇന്നത്തെ ലഞ്ച് എന്ന് പറഞ്ഞ് കണ്ടോ. നമ്മുടെ മേശ നിറച്ചും വിഭവങ്ങളാണ്, അതും വെജിറ്റേറിയൻ ആണ് കേട്ടോ. വെജ് റെസിപ്പികള്, നമ്മുടെ നാടൻ സാമ്പാർ, അവിയല്, തോരൻ ഒക്കെ ഉണ്ട്, ചമ്മന്തി ഉണ്ട്, പച്ചടി കിച്ചടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടോ പറയാൻ പോണത്. ഇതാണ് ബാംബു ചിക്കൻ, മുളയിൽ വെച്ചുണ്ടാക്കുന്നല്ലേ, മുളയിലിട്ട ചിക്കനാണ് കട. മുളയിലാണ് കേട്ടോ ചിക്കൻ വെച്ചിട്ടുള്ളത്. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. സൂപ്പറാണ് കേട്ടോ. ഇനി നമുക്ക് ബാംബു ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ഉണ്ടോ? രസമുണ്ട്, വേറൊരു ഫ്ലേവറാ. അപ്പോൾ ഈ റിസോർട്ടിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഈ റിസോർട്ടിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ റിസോർട്ടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഫോൺ നമ്പറൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ വിളിച്ച് ചോദിച്ചാൽ മതി. എന്താണെങ്കിലും നല്ല അടിപൊളി റിസോർട്ടാണ് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നഷ്ടമൊന്നും തോന്നില്ല, സൂപ്പർ റിസോർട്ടാണ്. പിന്നെ ഇവരുടെ സർവീസ് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, സൂപ്പർ സർവീസാണ്. നല്ലൊരു ഇതാണ് അവരുടെ ആ ഒരു പെരുമാറ്റമൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് അവരോടൊക്കെ ഒരു ഇഷ്ടം തോന്നും, പിന്നെയും ഇങ്ങോട്ട് വരാൻ തോന്നുന്ന ഒരു രീതിയാണ്. അപ്പൊ നല്ല അടിപൊളി റിസോർട്ടാണ്, ഒരിക്കലും നമുക്ക് ഇങ്ങോട്ട് വന്നാൽ നഷ്ടം തോന്നൂല. അപ്പൊ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പൊ മറ്റൊരു കിടിലൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.